ടു അണസ്റ്റ് അക്കാദമി. കേരള PSCയുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ട്രേഡ്സ്മാൻ തസ്തികയുടെ മിനിമം ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ഇൻ ഇലക്ട്രോണിക്സ് ആണ്. ഹയർ ആയിട്ട് ITIക്കാർക്ക് എഴുതാം, ബിടെക് പോളിക്കാർക്കെല്ലാം ഈ ഒരു എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഹയർ കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ ഡിസ്ട്രിക്ട് വൈഡ് ആയിരുന്നു ട്രേഡ്സ്മാൻ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്, പക്ഷെ ഇനി മുതൽ അത് സ്റ്റേറ്റ് വൈഡ് ആക്കാൻ പോകണം. അപ്പൊ ധാരാളം വാക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അടുത്ത വർഷം തന്നെ എക്സാമിനേഷൻ നടക്കും. കാരണം ഇപ്പോഴത്തെ ഒരു PSC ട്രെൻഡ് അങ്ങനെയാണ്, അധികം വൈകിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എങ്ങനെ ഏത് രീതിയിലേക്കാണ് വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the binary number 10101 is equivalent to decimal number. 10101 എന്ന ബൈനറി നമ്പറിന് ഇക്വിവാലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്: 19, 12, 27, 21. ഇങ്ങനെ ബൈനറി നമ്പർ തന്നിട്ട് നമുക്ക് ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞ എളുപ്പമാർഗം എന്താണ്? നമ്മളിപ്പോ 1 0 1 0 1 എന്ന് തന്നു കഴിഞ്ഞാൽ 8421 റൂൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? അതായത് 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. ഇങ്ങനെയാണ് അതിന്റെ നമ്മൾ പൊസിഷനിൽ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ ഈ 1ന്റെ സ്ഥാനത്ത് ആരാ ഉണ്ടാവുക? അവിടെ 1 ആണ് ഉണ്ടാവുക. 0ന്റെ സ്ഥാനത്ത് ആരാ ഉണ്ടാവുക? അവിടെ 2 ആണ് ഉണ്ടാവുക. അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞാൽ ഈ 1ന്റെ സ്ഥാനത്ത് ആരാ ഉണ്ടാവുക? 4 ആണ് ഉണ്ടാവുക. ഇതിന്റെ സ്ഥാനത്ത് 8 ആണ് ഉണ്ടാവുക. അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ തൊട്ടടുത്ത് വരാൻ പോകുന്നത് 16 ആണ്. അപ്പോൾ ഇവിടെ ഓരോ പൊസിഷനിൽ എന്തൊക്കെയാ വരിക? 16 വരും, പ്ലസ് 4 വരും, പ്ലസ് 1 വരും. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾക്ക് എന്ത് ആൻസർ കിട്ടും? 21 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ഏതൊരു ബൈനറി നമ്പറിനെയും ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ പൊസിഷനിലെ വാല്യൂസും മാത്രം വെച്ചിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. ബാക്കി ആ 0യിലുള്ള വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. 1 ഇതിലേക്കാണ് വരുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിവേഴ്സൽ ഗേറ്റ് ഈസ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ യൂണിവേഴ്സൽ ഗേറ്റ് ഏതാ? നാൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഒരുപാട് ഗേറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, എക്സോർ ഗേറ്റ്, എക്സ്നോർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഗേറ്റ്സ് പഠിക്കുന്നുണ്ട്. അതിൽ 2 ഗേറ്റുകൾ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് അറിയപ്പെടുക. കാരണം ആ 2 ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഗേറ്റുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് പറയാം. അതിൽ ഒന്നാണ് നോർ ഗേറ്റ്, അതിൽ രണ്ടാമത്തെ ഗേറ്റ് ആണ് നാൻഡ് ഗേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ യൂണിവേഴ്സൽ ഗേറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ PSC ഇലക്ട്രോണിക്സിന്റെ ഏതെടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കാണാം. യൂണിവേഴ്സൽ ഗേറ്റിനെ കുറിച്ച് ചോദ്യം സാധാരണ കാണാറുണ്ട് കേട്ടോ. അപ്പൊ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണ് എന്നുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഇൻവെർട്ടർ ഈസ്. ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഏതാ? ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എന്തോ വരുന്ന സാധനത്തിന്റെ തരതിരിച്ച് വെക്കുന്നതാണ് ഇൻവേർട്ട് ചെയ്യുക അല്ലെ? അത് നോട്ട് ഗേറ്റ് ആണോ ചെയ്യുക? ഓർ ഗേറ്റ് ആണോ ചെയ്യുക? ആൻഡ് ഗേറ്റ് ആണോ ചെയ്യുക? നൺ. ആരാണ് ഇൻവെർട്ടർ ആവാൻ സാധ്യത? വന്നിരിക്കുന്ന ഇൻപുട്ട് 1 ആണെങ്കിൽ അതിനെ തിരിച്ച് 0 ആക്കുന്നു. നമുക്കറിയാം ബൈനറിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലെ? അപ്പൊ 0യും 1ഉം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, വേറെ വാല്യൂസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ 0 വന്നു കഴിഞ്ഞാൽ 1 ആക്കുകയും 1 വന്നാൽ 0 ആക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഗേറ്റ് ആരാണ്? ഒരൊറ്റ ഇൻപുട്ട് മാത്രം വരുന്ന ആ ഗേറ്റ്, അത് നോട്ട് ഗേറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ലെയർ. വാലൻസ് ലെയറിൽ 8 ഇലക്ട്രോൺസ് കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം വാലൻസ് ലെയറിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? അപ്പൊ ഏറ്റവും പുറമെ 4 ആണ് ഉള്ളതെങ്കിൽ, ഏറ്റവും പുറമെ ഉള്ള വാലൻസ് ലെയറിൽ 4 ഇലക്ട്രോൺസ് കാണുന്നെങ്കിൽ അത് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. 4ൽ കുറവാണെങ്കിൽ അത് കണ്ടക്ടേഴ്സ് ആയിരിക്കും. 8 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മൈക്ക, പേപ്പർ, ഗ്ലാസ്, കോപ്പർ. അതിലേതാ വരാം? നമുക്കറിയാം
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടക്ടേഴ്സ് ആയിരിക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കണ്ടക്ടർ ആരേ ഉള്ളൂ? അത് കോപ്പറേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കണ്ടക്ടേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അല്ലെ. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിനുള്ള എക്സാമ്പിൾസ് വരുന്നത് കോപ്പർ, അലുമിനിയം, ഗ്രാഫൈറ്റ്, അയൺ പോലുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് മാത്രമല്ല വേറെയും കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. സിലിക്കണും ജെർമേനിയം ആണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്? അവിടെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവില്ല അല്ലെ. സെമി കണ്ടക്ടേഴ്സ് പറയുമ്പോൾ എങ്ങനെയാ? അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ടക്ടർ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു അതേപോലെ ഈ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ചെയ്യണം. അതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡോപ്പിംഗ് യൂസ് ചെയ്തിട്ടാണ് സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള കണ്ടക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനം സിലിക്കണും ജെർമേനിയം ആണ്. അതേപോലെ കോമൺ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ കറണ്ട് അതിൽ കൂടെ കണ്ടക്ട് ചെയ്യില്ല. അതിനുള്ള എക്സാമ്പിൾസ് ആണ് പേപ്പർ, റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ. 6th question. How the movement of electrons through a conductor in a particular direction is called? അതായത് ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിൽ കൂടെ, ഇതൊരു കണ്ടക്ടർ ആണ്, ഈ കണ്ടക്ടറിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ മൂവ്മെന്റിന് പറയുന്ന പേരെന്താണ്? റെസിസ്റ്റൻസ് എന്നാണോ പറയാ, ഇൻഡക്ടൻസ് എന്നാണോ പറയാ, കണ്ടക്ടൻസ് എന്നാണോ പറയാ, ഇലക്ട്രിക് കറണ്ട് എന്നാണോ പറയാ? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഈ കറണ്ട് ഫ്ലോനെ എതിർക്കാനുള്ള കഴിവിനാണ് എന്ത് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാലോ? ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് an electrical conductor to oppose a change in the electric current flowing through it. അതായത് കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രിക് കറണ്ട് ഈ കണ്ടക്ട് ചെയ്യുന്ന ആ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. ഓക്കെ, അതാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് which is the movement of electron through a conductor in a particular direction. 7th question. What is the name of instrument used to measure electrical quantities? Electrical quantities നെയൊക്കെ തന്നെ നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതായത് വോൾട്ടേജും ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ളതിനൊക്കെ മെഷർ ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്? മീറ്റർ യൂസ് ചെയ്തിട്ടാണോ, ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണോ, റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണോ, വെർനിയർ കാലിപ്പർ യൂസ് ചെയ്തിട്ടാണോ? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അത് മീറ്റർ ആണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിനെ മെഷർ ചെയ്യാൻ പറ്റും. ഫ്രം കറണ്ടിനും വോൾട്ടേജിനും. അതുപോലെ റെസിസ്റ്റർ പറഞ്ഞാൽ എന്താ? കറണ്ട് ഫ്ലോനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. ഇപ്പൊ ഒരു സർക്യൂട്ട് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ കറണ്ട് ഫ്ലോ ഇത്രേ പാടുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വെർനിയർ കാലിപ്പർ ലീനിയർ മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന ഡിവൈസ്. 8th question. Which instrument used to measure resistance, capacitance, inductor? റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്ടറും കൂടെ ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് ഏതാണെന്നാണ് ചോദ്യം. LCR ആണോ, LCR ബ്രിഡ്ജ് ആണോ, വെയിൻ ബ്രിഡ്ജ് ആണോ, കെൽവിൻ ബ്രിഡ്ജ് ആണോ, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണോ? അപ്പൊ ഇതിൽ പേര് നമുക്ക് ഇൻഡക്ടൻസിന് നമ്മൾ എങ്ങനെ പറയാം? അതിങ്ങനെയല്ലേ അതിന്റെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാം. കപ്പാസിറ്റൻസിന് C എന്നല്ല ഇൻഡിക്കേറ്റ് ചെയ്യാം, റെസിസ്റ്റൻസിന് R എന്നല്ല ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ അത് ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ എ LCR ബ്രിഡ്ജ് ആണ്. ഇത് മൂന്നും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഇനി ബാക്കിയുള്ള ബ്രിഡ്ജുകൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. വെയിൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. അത് സാധാരണ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് can also be used for the measurement of capacitance with high accuracy. നമുക്ക് കപ്പാസിറ്റൻസ് ഹൈ അക്യുറസിയിൽ നമുക്ക് മെഷർ ചെയ്യണം എന്നാണ് നമ്മുടെ റിക്വയർമെന്റ് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? വെയിൻ ബ്രിഡ്ജ് യൂസ് ചെയ്താൽ മതി. അടുത്തത് കെൽവിൻ ബ്രിഡ്ജ്. കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസ് ആണ്. അത് ലെസ് ദാൻ 1 ഓമിലുള്ള റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ വെയിൻസ് ബ്രിഡ്ജ് കഴിഞ്ഞു, കെൽവിൻ ബ്രിഡ്ജ് കഴിഞ്ഞു. അടുത്തത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. അതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. ഇതുപോലെ അൺനോൺ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിൽ ഇങ്ങനെ 4 ലെഗ് ഇങ്ങനെ കാണും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ 4 ലെഗ്, ഇതൊരു ലെഗ്, ഇതിപ്പോ A B എന്ന് പറഞ്ഞ ഒരു ലെഗ്, B C പറഞ്ഞൊരു ലെഗ്, C D പറഞ്ഞൊരു ലെഗ്, D A പറഞ്ഞ അങ്ങനെ 4 ലെഗ് ഉണ്ടാവും. ഇതില് 2 ലെഗുകൾ നമ്മൾ ബാലൻസ് ചെയ്യും. ഇതിന് നമ്മൾ ബ്രിഡ്ജ് സർക്യൂട്ട് എന്നാ പറയാ.
അതിന്റെ രണ്ട് ലെഗ് നമ്മൾ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഒരു ലെഗിൽ എന്ത് ചെയ്യും, നമുക്ക് ഏതാണോ അറിയാത്ത വാല്യൂ ആ വാല്യൂ നമ്മൾ ഇതിൽ ഒരു ലെഗിൽ വെക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ ചെയ്യുന്നത്. എന്തിനാന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. വെയിൻ ബ്രിഡ്ജ് പറയുമ്പോൾ ഹൈ അക്യുറസിയിൽ നമുക്ക് കപ്പാസിറ്റൻസും കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മറ്റൊന്നാണ് എന്ത്, കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ബ്രിഡ്ജും ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ കോഡ് ഫോർ 100 ഓം റെസിസ്റ്റർ? 100 ഓം റെസിസ്റ്റൻസിന്റെ കളർ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇതിനൊരു കോഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്നോ വെരി ഗുഡ് വൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത്. നമ്മൾക്ക് ഇവിടുത്തെ ഈ കോഡിൽ നമ്മൾക്ക് 1ഉം 0ഉം മാത്രമേ അറിയേണ്ടുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾക്ക് ഞാൻ ബി റോയ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ബി റോയ് എന്ന് പറഞ്ഞിട്ട് ആ കോഡ് എഴുതുന്ന സമയത്ത് ഏറ്റവും തുടക്കത്തിൽ നല്ല ഡാർക്ക് വാല്യൂസ് ആയിരിക്കും അല്ലെ. താഴേക്ക് വരുന്നതോറും അതിന്റെ വാല്യൂസിന്റെ ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞു വരും അല്ലെ. ബ്ലാക്ക് പറയുമ്പോൾ നല്ല ഡാർക്കാണ്, അപ്പൊ അവിടെ ശൂന്യാകാശം ആലോചിക്കുക, 0ആണ് അതിന്റെ വാല്യൂ വരിക. ബ്രൗൺ പറയുമ്പോൾ കുറച്ച് ഡാർക്ക്നെസ് കുറഞ്ഞു 1, റെഡ് പറയുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക്നെസ് കുറഞ്ഞു 2, ഓറഞ്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക്നെസ് കുറഞ്ഞു 3. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ വാല്യൂസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യത്തെ രണ്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെടുക്കാം, 1ഉം 0ഉം, മറ്റേത് മൾട്ടിപ്ലയർ എടുക്കണ്ട. അപ്പൊ 1ഉം 0ഉം 1 പറയുമ്പോൾ ഏതാ, ബ്രൗൺ ആണ്. ഓക്കെ, ഇപ്പൊ ബ്രൗൺ ആണ് ഫസ്റ്റിൽ എന്താ വരിക, അപ്പൊ ബ്രൗൺ ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത 0 ആണല്ലോ വരുന്നത്, 0 ഏതാ വരിക, ബ്ലാക്ക് ആണല്ലോ വരിക, അപ്പൊ ബ്രൗണും ബ്ലാക്കും. ഓക്കെ, അപ്പൊ ബ്രൗണും ബ്ലാക്കും ആണ് ആദ്യത്തെ രണ്ടെണ്ണം മനസ്സിലാക്കുക. അപ്പൊ അത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, എ ഉണ്ട് സി ഉണ്ട്, നമ്മൾക്ക് ബ്രൗണും ബ്ലാക്കും വരുന്നത് അല്ലെ. ഇനി മൂന്നാമത്തെന്ന് പറയുമ്പോൾ മൾട്ടിപ്ലയർ ആണ്, അതായത് 10 എന്തോ ഒരു വാല്യൂ വരിക. അപ്പൊ 10 നമ്മളിപ്പോ 100 വരുന്നത്, ഇപ്പൊ 1ഉം 0ഉം കിട്ടി. ഇനി അടുത്തത് വീണ്ടും ഒരു 0 വരണമെങ്കിൽ 10 എന്ത് വന്നാലും അതിന് ഒരു 0 വരിക, 1 വന്നാലല്ലേ 0 വരിക. 1 വരുന്നത് ഏതാണ്, ബ്രൗൺ ആണല്ലോ, അപ്പൊ 10⁻1. അപ്പൊ വീണ്ടും എന്താണ്, ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ എന്താണ് 100 ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ കോഡ് എന്ന് പറയുന്നത് ബ്രൗൺ ബ്ലാക്ക് ബ്രൗൺ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആയിരിക്കും, മിസ്റ്റേക്ക് ആണ്, സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്തത് പിന്നെ ഇതിന്റെ കൂടെ ചിലപ്പോൾ ടോളറൻസ് വാല്യൂ കൂടെ നമ്മൾക്ക് വരാറുണ്ട്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കൂടെ വരാറുണ്ട് കേട്ടോ. അത് പിന്നീട് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 10th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറണ്ട് I3 യൂസിങ് കിർച്ചോഫ്സ് കറണ്ട് ലോ. കിർച്ചോഫ്സ് ലോ രണ്ടെണ്ണം ഉണ്ട് അല്ലെ, കറണ്ട് ലോയും ഉണ്ട് വോൾട്ടേജ് ലോയും ഉണ്ട്. അപ്പൊ കിർച്ചോഫ്സ് കറണ്ട് ലോ അഥവാ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ അഥവാ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, വരുന്ന കറണ്ടുകളും പോകുന്ന കറണ്ടുകളും അല്ലെ, വരുന്ന കറണ്ടുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ പോകുന്ന കറണ്ടുകളുടെ സമ്മിന് ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, I3 ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയില്ല. ഇവിടെ ഒരു കറണ്ട് വരുന്നുണ്ട്, മറ്റൊരു കറണ്ട് വരുന്നുണ്ട്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ I3 പോകുന്നത്. അപ്പോൾ 2Aയും 3Aയും കൂടെ ചേർന്നിട്ടാണ് പോണത്. അപ്പൊ 3 + 2 എന്താണത്, 5A ആണ് ഇവിടുത്തെ, 5 ആംപിയർ ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഓൾ കറണ്ട്സ് എൻറ്ററിങ് എ നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ജംഗ്ഷനെ പറയുന്നത്. അപ്പൊ എല്ലാ കറണ്ടിന്റെയും ജംഗ്ഷനിലേക്ക് എത്തുന്ന എല്ലാ കറണ്ടിന്റെയും സം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, ആ നോഡിൽ നിന്ന് പോകുന്ന കറണ്ടുകൾ എത്ര ഉണ്ടോ അതിന്റെ സമ്മിനോട് ഈക്വൽ ആണ്. ഇപ്പൊ നമ്മുടെ ഒന്നല്ലേ പോയിട്ടുള്ളൂ, അതേപോലെ ഒന്നിലധികം സംഭവങ്ങൾ ആ ഒരു നോഡിന്, അതായത് ഇങ്ങനെ വന്ന്, അതായത് ഇങ്ങനെ അകത്തേക്ക് വരുന്നതിന് ഈ ആരോ മാർക്ക് കാണിക്കും. ഇനി പുറത്തേക്ക് ചിലപ്പോൾ ഒന്നിലധികം തവണ പോകുന്നുണ്ടെങ്കിൽ അതിന്റെയും സമ്മിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ കിർച്ചോഫ്സ് കറണ്ട് ലോയിൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ വെച്ചാൽ ഒന്ന്, കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത് വാലിഡ് ആവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് ഇസ് കോൺസ്റ്റന്റ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ടോട്ടലി കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, KCL എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ ഹൈ ഫ്രീക്വൻസി AC സർക്യൂട്ട്സ്. ഹൈ ഫ്രീക്വൻസി AC സർക്യൂട്ടിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ എന്നുള്ള രണ്ട് ഡിസഡ്വാൻറ്റേജും കൂടെ ഇതിലുണ്ട്. നമുക്ക് ഡിസഡ്വാൻറ്റേജ് അറിയേണ്ട, എന്താണ് KCL എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സ് ഓൾറെഡി ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാദമിയിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇനിയും ഇതുപോലുള്ള സീരീസ് വരും, അതൊന്നും കാണാൻ മറക്കരുത്. താങ്ക് യു.